എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്ന് റമദാൻ ക്രാഫ്റ്റ് സീരീസിൻ്റെ അടുത്തൊരു വീഡിയോ ആയിട്ടാണ് കേട്ടോ വന്നിരിക്കുന്നത്. അപ്പോൾ അതെങ്ങനെയാണെന്ന് നോക്കാം. അതിനായിട്ട് ആദ്യമായിട്ട് വേണ്ടത് നമുക്കൊരു കാർഡ്ബോർഡിൻ്റെ പീസ് വേണം. പിന്നെ നമുക്ക് ഇതുപോലത്തെ ബിസ്ക്കറ്റിൻ്റെയോ ചോക്ലേറ്റിൻ്റെയോ അങ്ങനെ എന്തെങ്കിലും ഒരു കവർ വേണം. ഒന്നുകിൽ നമുക്കിങ്ങനെ പ്ലെയിൻ കളർ ഒക്കെയുള്ള ഭാഗങ്ങൾ കട്ട് ചെയ്തെടുത്തിട്ട് ചെയ്യാം. അതല്ലെങ്കിൽ ഉള്ളിൽ സിൽവർ കളർ വരുന്ന ഏത് ടൈപ്പ് ഓഫ് കവർ വെച്ചിട്ട് നമുക്ക് ചെയ്യാം കേട്ടോ. അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ആദ്യം തന്നെ നമ്മൾ കാർഡ്ബോർഡ് പീസ് എടുത്തിട്ട് നമ്മൾ കട്ട് ചെയ്യാണ്. അപ്പോൾ റൗണ്ട് ഷേപ്പ് കട്ട് ചെയ്യാൻ സാധാരണ നമ്മൾ കോമ്പസാണ് യൂസ് ചെയ്യാറ്. ഇപ്പോൾ നമ്മൾ ചെയ്യാനായിട്ട് ഒരു ലിഡ് എടുക്കുക. അപ്പോൾ കോമ്പസ് ഇല്ലാത്തവർക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. നമ്മുടെ കയ്യിലുള്ള ഏതെങ്കിലും ഒരു പാത്രത്തിൻ്റെ ലിഡ് എടുത്തിട്ട് ആദ്യം തന്നെ ഒരു റൗണ്ട് ഷേപ്പ് നമ്മൾ വരച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ. ഓക്കെ, അപ്പോൾ അതാ റൗണ്ട് ഷേപ്പ് നമ്മൾ വരച്ചു കൊടുത്തതിന് ശേഷം അതേ സെയിം ലിഡിനെ തന്നെ നമ്മൾ താഴത്തോട്ട് ഇറക്കി വെച്ചിട്ട് നമ്മളിങ്ങനെ അങ്ങ് വരച്ചെടുക്കുക. അപ്പോൾ നമുക്ക് ഒരു ക്രസൻറ്റിൻ്റെ ഷേപ്പ് കിട്ടും. അതായത് നമ്മൾ റമദാന് ക്രസൻറ്റ് മൂണാണല്ലോ, അപ്പോൾ ആ ഒരു ക്രസൻറ്റ് മൂണിൻ്റെ ഷേപ്പ് കിട്ടും. അപ്പോൾ ഇതുപോലെ നമ്മൾ ഒരു റൗണ്ട് വരച്ചു കൊടുത്തിട്ട് ചെയ്യുക. എന്നിട്ട് ഈ ഒരു സൈഡ് നമ്മളിങ്ങനെ ആക്കിയെടുക്കാം. അതല്ലെങ്കിൽ നമുക്ക് ഒരു കോമ്പസ് ഉണ്ടെങ്കിൽ അത് വെച്ചിട്ട് ആദ്യമേ ഒരു റൗണ്ട് ഷേപ്പ് നമ്മൾ വരച്ചു കൊടുക്കുക. എന്നിട്ട് ആ സെൻറ്റർ ലൈൻ ഒന്ന് ഇതുപോലെ ഇങ്ങനെ താഴത്തോട്ട് നീക്കി വെച്ചിട്ട് നമ്മുടെ കോമ്പസ് ഒന്ന് കുറച്ച് ഇറക്കി വെച്ചിട്ട് ഈ ഒരു ഷേപ്പ് നമ്മൾ എവിടെ വേണമെന്നുള്ളത് വരച്ചിട്ട് നമ്മുടെ മുന്നിൽ ആദ്യം വരച്ച ലൈനിലോട്ട് ടച്ച് ചെയ്യാം. അതിനുശേഷം നമുക്കിത് കട്ട് ചെയ്തെടുക്കാം. ഓക്കെ, അപ്പോൾ അതാ ഞാനിവിടെ ഒരു പീസ് ഇതുപോലെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. കുറച്ച് കട്ടിയുള്ള പേപ്പർ എടുക്കണം കേട്ടോ. അതിനുശേഷം നമ്മൾ ഈ ഒരു ബിസ്ക്കറ്റ് കവർ വെച്ചിട്ട് ഒരു സംഭവം ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇത് നമ്മൾ ഓൾറെഡി നമ്മൾ ഇത് വെച്ചിട്ട് ഒരു വീഡിയോയിൽ ചെയ്തിട്ടുണ്ട്. ബിസ്ക്കറ്റ് കവർ വെച്ചിട്ട് ഇതുപോലെ ഉള്ളിൽ വരുന്നത് നേരത്തെ പറഞ്ഞല്ലോ. അപ്പോൾ ഇതുപോലെ ബിസ്ക്കറ്റ് കവർ വെച്ചിട്ട് നമ്മൾ ചെയ്തെടുത്ത ഒരു സംഭവമാണിത്. ഗാർലൻഡ് നമ്മൾ സാധാരണ ഷോപ്പിൽ നിന്നൊക്കെ മേടിക്കുന്ന ഗാർലൻഡാണ്. പക്ഷേ ഇത് നമുക്ക് ബിസ്ക്കറ്റ് കവർ വെച്ചിട്ട് ചെയ്യാം. അതിൻ്റെ വീഡിയോയുടെ ലിങ്ക് ഞാൻ ഐക്കാർഡിലും അതുപോലെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും ഇടാം കേട്ടോ. അതിനുശേഷം നമ്മുടെ ആ ക്രസൻറ്റ് മൂൺമേ ആ ഒരു ഗ്ലൂ അപ്ലൈ ചെയ്തതിന് ശേഷം നമ്മൾ ഇത് ജസ്റ്റ് ഇങ്ങനെ ഒട്ടിച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത്. കണ്ടോ, ഫുള്ളായിട്ട് ഇതുപോലെ ഇങ്ങനെ ഒട്ടിച്ചു കൊടുക്കുക. ഇത്രയേ ഉള്ളൂ. അപ്പോൾ ഈ ഗാർലൻഡ് ചെയ്യുന്ന വീഡിയോയുടെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും അതുപോലെ തന്നെ മുകളിൽ ഐക്കാർഡിലും കൊടുക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ അതൊന്ന് കണ്ടു നോക്കി കഴിഞ്ഞാൽ ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് കാണാം കേട്ടോ. അതല്ലെങ്കിൽ നിങ്ങളുടെ ക്രിസ്മസ് ട്രീ ഒക്കെ മേടിക്കുമ്പോൾ ചെയ്തിട്ടുള്ള സംഭവം ഉണ്ടെങ്കിൽ അത് വെച്ചിട്ടായാലും ചെയ്തെടുക്കാം. അപ്പോൾ കളർഫുള്ളായിരിക്കും. അപ്പോൾ നമുക്ക് ഇഷ്ടമുള്ള കളേഴ്സിലൊക്കെ ഈ ഒരു മൂന്ന് നമുക്ക് കൊടുക്കാം കേട്ടോ. അപ്പോൾ ആവശ്യമുള്ള സ്ഥലങ്ങളിലൊക്കെ ഗ്ലൂ വെച്ച് ഒട്ടിച്ച് ആ ഒരു മൂണ്ട് മുകളിലോട്ട് നമ്മളിതാ ഇതുപോലെ ഇങ്ങനെ വെച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ എൻഡ് ഭാഗങ്ങളൊക്കെ ഒന്ന് ഷാർപ്പാക്കാൻ വേണ്ടിയിട്ട് അവിടെ ഒന്ന് നമ്മൾ എക്സ്ട്രാ ഗ്ലൂ വെച്ചിട്ട് ഒന്നിങ്ങനെ ഇങ്ങനെ വലിച്ച് മുകളിലോട്ട് ഇങ്ങനെ ആക്കി കൊടുക്കുക. അപ്പോൾ അതൊന്ന് ഷാർപ്പായിട്ട് നിൽക്കും. ക്രസൻ്റ് ആകുമ്പോൾ ഈ എൻഡ് ഭാഗം ഇങ്ങനെ ഷാർപ്പാണല്ലോ. അപ്പോൾ അതൊന്ന് വരുത്താൻ വേണ്ടിയിട്ട് രണ്ട് കോർണേഴ്സിൽ നമ്മളിങ്ങനെ ഒന്ന് ഷാർപ്പാക്കി കൊടുക്കുക കേട്ടോ, ഗ്ലൂ അപ്ലൈ ചെയ്തിട്ട്. അതിനുശേഷം ഇതിനെ നമ്മൾ നന്നായിട്ടൊന്ന് കട്ട് ചെയ്ത് ഷേപ്പ് ചെയ്ത് കൊടുക്കുക. ആ ഒരു ക്രസൻറ്റിൻ്റെ ഷേപ്പിലോട്ട് വരണ്ടേ. ഈ ഒരു ഭാഗം നമ്മളുടെ ഗാർലൻഡിൻ്റെ ആ ഒരു തിക്നെസ് ഉണ്ടാവും. അപ്പോൾ അതൊക്കെ ഒന്ന് കളഞ്ഞ് ഇവിടെ ഒന്ന് ഷാർപ്പാക്കി കട്ട് ചെയ്ത് നമ്മൾ കൊടുക്കുക കേട്ടോ. അതിങ്ങനെ തിരിച്ച് പിടിച്ചിട്ട് നമ്മുടെ ഈ ഒരു ക്രസൻറ്റിൻ്റെ ആ ഒരു ഷേപ്പിൽ പിടിച്ചിട്ട് നമ്മളിങ്ങനെ കട്ട് ചെയ്ത് കൊടുത്താൽ മതി. അതായത് നമ്മുടെ കാർഡ്ബോർഡിൽ അപ്പോൾ നമുക്ക് ആ ഒരു ഷേപ്പ് കിട്ടും കേട്ടോ. അതിനുശേഷം നമ്മളിതാ ഇതുപോലെ സ്റ്റാർസ് ഉണ്ടാക്കി എടുത്തിട്ടുണ്ട്. ഇത് നമ്മൾ പ്ലാസ്റ്റിക് കവർ കൊണ്ട് ഉണ്ടാക്കിയിട്ടുള്ള സ്റ്റാർസ് ആണ്. അപ്പോൾ ഇതിൻ്റെ വീഡിയോയുടെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇടാം കേട്ടോ. ഇത് ഓൾറെഡി നമ്മൾ വീഡിയോ ഇട്ടുള്ളതാണ്. അതുപോലെ തന്നെ ഐക്കാർഡിലും കൊടുക്കാം കേട്ടോ. അപ്പോൾ ഇതുപോലെ നമുക്ക് ഇഷ്ടമുള്ള ടൈപ്പിലൊക്കെ സ്റ്റാർസ് ഉണ്ടാക്കി കൊടുക്കാം. അതിനുശേഷം ഇതിൻ്റെ ബാക്കിൽ നമ്മൾ കുറച്ച് വൂൾ യൂസ് ചെയ്തിട്ട് ഇതുപോലെ നമ്മൾ സ്റ്റിക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഒരു 3 ലെവലിലാണ് ഞാനിത് ഇങ്ങനെ സ്റ്റിക്ക് ചെയ്ത് കൊടുക്കുന്നത് കേട്ടോ. അപ്പോൾ നമുക്ക് ഇഷ്ടമുള്ള ലെവലിലൊക്കെ നമുക്കതിങ്ങനെ സ്റ്റിക്ക് ചെയ്ത് കൊടുക്കാം. അപ്പം നമ്മളുടെ ഒരു ക്രിയേറ്റിവിറ്റി അനുസരിച്ച് എവിടെ ചെയ്യണം എന്നുള്ളതൊക്കെ ഇതിൽ നമ്മളതങ്ങ് വൂള് സ്റ്റിക്ക് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അതാ നമ്മളുടെ 3 വൂളുകളും നമ്മളിങ്ങനെ സ്റ്റിക്ക് ചെയ്ത് കൊടുത്തു. ഇനി അതിനെ ഒന്ന് ഫിക്സ് ചെയ്യാൻ വേണ്ടിയിട്ട് മുകളിൽ ഒരു പേപ്പർ പീസും കൂടി ഒട്ടിച്ച് കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം നമ്മളുടെ ഈ വൂളുമേ നമ്മൾ ഈ സ്റ്റാർസിനെ നമ്മൾ ഒട്ടിച്ച് കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ആ സ്റ്റാർസ് നല്ല രസമാണ് കേട്ടോ. പ്ലാസ്റ്റിക് കവർ ബോട്ടിൽ കൊണ്ട് നമ്മൾ ചെയ്തെടുത്തിട്ടുള്ളതാണ്. അപ്പോൾ ഇത് നമുക്ക് ഒട്ടിച്ചു കൊടുക്കാം. എല്ലാം ഒട്ടിച്ചു കൊടുത്തതിന് ശേഷം ഞാനിങ്ങനെ നമ്മുടെ ഡോറുമേ ഒന്ന് ഹാങ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതാ കണ്ടോ, ഇത് ഞാൻ നേരത്തെ ചെയ്തത് താഴത്തുനിന്ന് ഇട്ടേക്കായിരുന്നു. പക്ഷെ അത് മാറ്റി ഇപ്പോൾ ഇതിനെ ഇവിടെ കൊടുത്തു. പിന്നെ അത് മുകളിൽ നിന്ന് ഈ ഭാഗത്തുനിന്ന് ഇങ്ങനെ ഒട്ടിക്കുന്ന പോലെ ആക്കിയിട്ട് ബാക്കിലല്ലേ നമ്മൾ ഒട്ടിച്ചിരുന്നത്, അത് മാറ്റി നമ്മളിങ്ങനെ മുകളിൽ നിന്ന് ഒട്ടിച്ച് കൊടുക്കുന്ന പോലെ ആക്കി. അതാണ് കുറച്ചുകൂടെ ഭംഗി. താഴെ നിന്ന് വരുമ്പോൾ അത്രയും എനിക്ക് ഇഷ്ടപ്പെട്ടില്ല. അപ്പോൾ അതുകൊണ്ടാണ് നമ്മളതൊന്ന് മാറ്റി കൊടുത്തത് കേട്ടോ. പിന്നെ ഈ റെഡ് സ്റ്റാർ അപ്പുറത്തുനിന്ന് കാറ്റടിക്കുന്നതുകൊണ്ട് ഇങ്ങനെ കിടന്ന് ആടിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഒന്നുകിൽ നമ്മൾ ആ വോളും അത് സ്റ്റിക്ക് ചെയ്ത് കൊടുക്കുക, അല്ലെങ്കിൽ ഇതുപോലത്തെ ഒരു സ്റ്റാറും കൂടി ഉണ്ടാക്കിയിട്ട് ബാക്കിലോട്ട് ഒട്ടിച്ച് കൊടുത്ത് ഫുൾ സ്റ്റാർ ആക്കി എടുക്കുക കേട്ടോ. അപ്പോൾ നന്നായിട്ടിരിക്കും. ഓക്കെ, അപ്പോൾ ഇതാണ് ഇന്നത്തെ വീഡിയോ. അപ്പോൾ ഒരു വെറൈറ്റി ആയിട്ട് നമുക്ക് റമദാൻ ക്രാഫ്റ്റായിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു വീഡിയോ അത്രയേ ഉള്ളൂ. വളരെ ഈസി ആയിട്ടും വളരെ പെട്ടെന്ന് ചെയ്തെടുക്കാം. അപ്പോൾ റമദാന് നമുക്ക് വീടൊക്കെ ഡെക്കറേറ്റ് ചെയ്യണമെങ്കിൽ ഇതുപോലെ നമ്മുടെ ഡോർമലോ വാളിലോ ഒക്കെ വെച്ച് കൊടുക്കാം കേട്ടോ.
വീഡിയോ ഇഷ്ടമായെങ്കിൽ എല്ലാ കൂട്ടുകാരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ ക്രാഫ്റ്റ്സ് ഇഷ്ടപ്പെടുന്ന നിങ്ങളുടെ ഫ്രണ്ട്സിനോ ഫാമിലിക്കോ ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക കേട്ടോ. പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരുന്നതായിരിക്കും. എല്ലാ കൂട്ടുകാർക്കും ബൈ ബൈ. താങ്ക് യു ഓൾ.